ചട്ടി കായ്ക്കുന്ന കുരുമുളകോ? കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക് വേണ്ട. പിന്നെ മരം വേണ്ട. മരം വേണ്ട. വിടേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ ഇങ്ങനെ ബുഷായി കായ്ക്കും. അതെ, ഇതിങ്ങനെ പെരന്ന് വരൂല്ലേ? അടിയിൽ തൂങ്ങാൻ പരിപാടി ഒന്നും ഇല്ല. ഇല്ല, ഇതിങ്ങനെ അടുത്ത കൊമ്പ് കണ്ടിട്ട് വരുന്നത്. ഇതിലിങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ വരും. മരം കയറാൻ ആളെ നോക്കും വേണ്ട. മരം കയറാൻ ആളെ വേണ്ട. നമ്മുടെ വീട്ടിൽ ആവശ്യം. പിന്നെ ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. സാധാ കുരുമുളക് നമുക്ക് സീസണിലാണ് ഉണ്ടാവുള്ളൂ. 365 ദിവസം ഉണ്ടാവും. കൊല്ലത്തില് പുതിയ തിരി വരുന്നത്. പഴയതപ്പെടുത്ത കൂടുതൽ പറിച്ചതാണ്. ഇതാണ് പുതിയതാണ്. അതിലും കുറച്ച് മൂപ്പായത്, വലിയ മൂപ്പായത്. മാർക്കറ്റൊക്കെ സെയിം ആണല്ലേ? ഇത് നമ്മള് വീട്ടിലെ ആവശ്യത്തിന് ഇങ്ങനെ പച്ചക്കുരുമുളകിന്റെ ആവശ്യം വരും. എപ്പോഴും കിട്ടും. മീനൊക്കെ വെക്കാനൊക്കെ ഏത് ടൈമിലും കിട്ടും. ബുഷുമാരി ഇങ്ങനെ ഉണ്ടാവണ്ടല്ലേ? ചട്ടിയിലുണ്ടാവും. അതേമാതിരി ആളെ തപ്പണ്ട. എല്ലാം കൊണ്ടും മെച്ചാണല്ലേ? അത് കാന്താരിയാണ്. കാന്താരി മുളക് മരുന്നിന് ഉപയോഗിക്കുക. അതും ബുഷ് പെപ്പറാട്ടോ. കുറ്റിക്കുരുമുളക് ഇത് തന്നെയാണല്ലേ? ഒക്കെ കാഴ്ചല്ലേ? 325 ദിവസം സാധനം ഉണ്ടാവില്ലേ? ചീരകളുണ്ട്, ചീര ഉണ്ട്, മുളകുണ്ട്. ഇത് വാഴയാണ്. വായ ഇപ്പൊ ഉണ്ടാവോ ചട്ടിയില്? അതുണ്ടാവും. അത് മണ്ണൊക്കെ വെക്കണം. കുറച്ചുണ്ട്. അതെ, അത് ഐറ്റ് വെക്കുമ്പോഴല്ലേ? കുറച്ച് വൈറ്റ് മണ്ണൊക്കെ വെക്കണം. അതെ അതെ. ഷിഹാബിനെ വിളിച്ചാൽ മതി. ഡീറ്റെയിലും കാര്യങ്ങളും. പ്ലാവ് ഉണ്ടെങ്കിൽ വാർപ്പിന്റെ മേലെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ സിമ്പിൾ പരിപാടി. വിയറ്റ്നാമിന്റെ പ്ലാവാണ്. വിയറ്റ്നാം സൂപ്പർ സീസൺ ആണ്. 2 3 ഉണ്ടാവും. ഉണ്ടാവില്ലേ? സീസണിന്റെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? അത് റംബുട്ടാനാണ്. റംബുട്ടാൻ കാഴ്ച ഉണ്ടല്ലോ.